ആവശ്യമില്ലാതെ പെണ്ണ് തൊലാക്ക് ആവശ്യപ്പെടാം, ഒരു കാരണമില്ല. ഇവർക്ക് 2 മക്കളായി, ഇനി ഭർത്താവ് വേണ്ട, ഞാൻ മക്കളോട് ജീവിച്ചോളാം, എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. കാരണം എന്താ? ഇവളാരും നിയന്ത്രിക്കാൻ പാടില്ല. ഇവൾക്ക് സ്വതന്ത്രമായി ജീവിക്കണം, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, ആരും നിയന്ത്രിക്കാൻ പാടില്ല. ഇവരുടെ ഇഷ്ടത്തിന് ഇവൾക്ക് ജീവിക്കണം. ഇതാണ് പല പെൺകുട്ടികളുടെയും ഇന്നത്തെ ചിന്ത. ഇഷ്ടം, എന്റെ ഇഷ്ടം, എന്നെ ആരും നിയന്ത്രിക്കരുത്, എന്നെ ആരും കൺട്രോൾ ചെയ്യരുത്, എന്നോടൊരാളത് പറയരുത്, ഞാൻ ജോലി ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളും. ഇതൊക്കെ വേണ്ടാത്ത ചിന്താഗതിയാണ്. ഇതൊക്കെ ഖൈറാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ വേണ്ടാത്ത തെറ്റായ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ചിന്താഗതിയാണ്. അപ്പൊ ഞാൻ പുരുഷന്മാരോട് പറയാം, ഇങ്ങനെ ഒരു ത്വലാഖ് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ വമ്പ നഷ്ടപരിഹാരം പറഞ്ഞോളി. ആ നഷ്ടപരിഹാരം തന്ന ത്വലാഖ് കൊടുത്തോളൂ. എന്താണ് ആയിക്കോട്ടെ. കഴിവിന്റെ പരമാവധി ത്വലാഖ് ചെല്ലാതെ ജീവിക്കാനാണ് അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്. ത്വലാഖ് ചെല്ലുമ്പോ അർശ് കുലുങ്ങുമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ത്വലാഖ് ചെല്ലാതിരിക്കാനാണ്. ഇനി എന്നിട്ട് 2 പേർക്ക് ഒരു നിലക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ത്വലാഖ് ചെല്ലണം. ചില സ്ഥലങ്ങളിൽ ത്വലാഖ് ഖൈറാൻ, ആണും പെണ്ണും 2 പേരും കൂടി തീരുമാനിച്ചു നമ്മൾ എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, നമുക്ക് പിരിഞ്ഞാലോ, 2 പേരും ഓക്കെ ചെയ്തോളൂ. അല്ലാതെ ഒരു ഭാഗത്ത് നിന്ന് നിർബന്ധിപ്പിച്ച് ത്വലാഖ് ലഭിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ശാപം, അല്ലാഹുവിന്റെ ശാപം, ലഅനഹുല്ലാഹു ഫഅലൈഹാ അല്ലാഹുവിന്റെ ശാപം ആ സ്ത്രീയുടെ പേരിൽ എന്നെന്നും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ അവൾക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നമ്മൾ ഇബ്ലീസ് എന്ന് പറയുമ്പോ പറയും ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ നമ്മൾ ലഅനത്തുല്ലാഹ് എന്ന് പറയും. എന്തേ? ഇബ്ലീസിന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ ത്വലാഖ് ചൊല്ലിയ പെണ്ണിന് നമ്മളല്ല ശപിക്കുന്നത്, അല്ലാഹ് ശപിക്കാൻ. നമ്മൾ ഇബ്ലീസിനെ ശപിക്കുന്നത് പോലെ ഭർത്താവിനോടൊരു കാരണവുമില്ലാതെ ത്വലാഖ് ആവശ്യപ്പെടുന്ന പെണ്ണിനെ അല്ലാഹു ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോ കലഹങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അത് ദേഷ്യപ്പെട്ട് അടിക്കാനോ ഇടിക്കാനോ പോകരുത്. അവിടൊക്കെ സൗമ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ആ ഒരു മാതൃക ഫോളോ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബിതങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഹബീബിന്റെ ചര്യ അങ്ങനെയാണ്. കാരണം ലോകത്തെ ഏറ്റവും ഉദാത്തമായ സ്വഭാവം, ഏറ്റവും മാതൃകായോഗ്യമായ സ്വഭാവം അത് റസൂലുള്ളാഹിയുടേതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.